10 അധികം വർദ്ധിപ്പിക്കുമായിരുന്നില്ല എന്ന് ആയിഷ ബീവി പ്രത്യേകമായി പറഞ്ഞു. ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസാണ്. അതാണ് മൊത്തം നിസ്കാരം. അത് വിത്രായാലും തഹജ്ജുദായാലും ഒക്കെ ഈ നിസ്കാരത്തിന്റെ പേരാണ്. അത് ഉറങ്ങി എഴുതി നിസ്കരിച്ചാൽ തഹജ്ജുദ് എന്ന് പറയും. ഒറ്റയായി അവസാനിക്കുന്നത് കൊണ്ട് അതിന് വിത്ർ എന്ന് പറയും. രാത്രി ആയതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന് പറയും. റമദാനിലാകുമ്പോൾ ഖിയാമു റമദാൻ എന്ന് പറയും. അല്ല മൗലവി, നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? തഹജ്ജുദ് എന്ന് പറഞ്ഞ ഒരു സുന്നത്ത് നിസ്കാരമാണ്. വിത്ർ പറഞ്ഞ മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ്. തറാവീഹ് എന്ന് പറഞ്ഞ മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ്. ഈ തറാവീഹ് എന്നുള്ളത് പരിശുദ്ധമായ റമദാനിൽ മാത്രമാണ് മൗലവി ഉള്ളത്. അത് റമദാൻ കഴിഞ്ഞിട്ട് ആരും നിസ്കരിക്കൂല. വിത്ർ റമദാനിലുണ്ട്, റമദാൻ അല്ലാത്ത കാലത്തും ഉണ്ട്. അതാണ് ആ ഹദീസിൽ പറഞ്ഞത്. റമദാനിലും റമദാനിൽ അല്ലാത്തപ്പോഴും 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിയിട്ടില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞ അതിനെക്കുറിച്ചാണ്. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ, ഉറങ്ങി എണീറ്റിട്ടുള്ള നിസ്കാരം. അത് ഉറങ്ങിയവർക്ക് മാത്രമേ ഉള്ളൂ. അത് അല്പസമയമെങ്കിലും ഉറങ്ങണം എന്നുള്ളത് അതിനൊരു കൈതാണ്, ഉപാധിയാണ്. ജുമാൻ്റെ വിഷയത്തിൽ പറഞ്ഞാകെ കൊളാക്കി. ഇപ്പോൾ ഇതാക്കുന്ന നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് നമുക്ക് പേടി. ളുഹറും അസറും മഗ്രിബും ഇശാഉ സുബിയൊക്കെ എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പുതിയ പേരിടാന്നാൽ മതി. അതന്നെ വലിയ ഭാഗ്യമാണ്.